ദൈവത്താൽ നാം ഉപയോഗിക്കപ്പെടണമെങ്കിൽ ദൈവസാന്നിധ്യവും ദൈവകരവും നമ്മോട് കൂടെയിരിക്കണം. എന്നാൽ പലപ്പോഴും നാം ചിന്തിക്കാറുള്ളത് നമ്മുടേതാകുന്ന സ്വന്തം മിടുക്കുകൊണ്ടും കഴിവുകൊണ്ടും പലതും ചെയ്തെടുക്കാൻ കഴിയും എന്നതാണ്. എന്നാൽ 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 9-10 വാക്യങ്ങൾ, യബ്ബേസ് ഇസ്രായേലിൻ്റെ ദൈവത്തോട്, നീ എന്നെ നിശ്ചയമായും അനുഗ്രഹിച്ച് എൻ്റെ അതിർ വിശാലമാക്കുകയും നിൻ്റെ കൈ എന്നോടുകൂടെ ഇരിക്കുകയും ചെയ്യണം എന്ന് പ്രാർത്ഥിച്ചു. അതെ, നിൻ്റെ കൈ എന്നോടുകൂടെ ഇരിക്കണം. ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഇരിക്കുന്നുവെങ്കിൽ ആ കരത്തിന് അത്ഭുതം പ്രവർത്തിക്കുവാൻ കഴിയും. ദൈവത്തിൻ്റെ കരം ബലമുള്ള കരമാണ്. ദൈവത്തിൻ്റെ കരത്തിങ്കിൽ നിന്ന് ആർക്കും നമ്മെ പിടിച്ചു പറിപ്പാൻ കഴിയുകയില്ല. അപ്പോസ്തലനാകുന്ന പൗലോസിനോടുകൂടെ ദൈവത്തിൻ്റെ കരമുണ്ടായിരുന്നു. അത് നിമിത്തം അനേകം വീര്യപ്രവൃത്തികളും അത്ഭുതങ്ങളും ചെയ്യുവാൻ തക്കവണ്ണം ദൈവം തന്നെ ശക്തീകരിച്ചു. അതെ, നമ്മുടെയും ജീവിതത്തിൽ യബ്ബേസിനോടുകൂടെ ഇരുന്നതുപോലെ ദൈവസാന്നിധ്യവും ദൈവകരവും നമ്മോടുകൂടെ ഉണ്ടാകണം. അപ്പോസ്തലനാകുന്ന പൗലോസിനോട് കൂടി ഇരുന്നതുപോലെ ദൈവസാന്നിധ്യവും ദൈവകരവും നമ്മോടുകൂടെ ഉണ്ടാകണം. നീട്ടിയ ഭുജം കൊണ്ടും ബലമുള്ള കരങ്ങൾ കൊണ്ടും ദൈവം ഇസ്രായേലിനെ വിടുവിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. നിർണായകമാകുന്ന ഘട്ടങ്ങളിൽ, പ്രതിസന്ധി വേളകളിൽ ദൈവസാന്നിധ്യം, ദൈവത്തിൻ്റെ കരം മോശയോടുകൂടി ഉണ്ടായിരുന്നു. അത് നിമിത്തം ചെങ്കടലിനെ വിഭാഗിക്കുവാൻ, യോർദാൻ്റെ മേൽ അത്ഭുതം പ്രവർത്തിക്കുവാൻ, അങ്ങനെ വ്യത്യസ്തങ്ങളാകുന്ന ഘട്ടങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുവാൻ ദൈവം തന്നെ നിയോഗിച്ചതായി നമുക്ക് കാണുവാൻ കഴിയും. അതെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ പലപ്പോഴും പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രതികൂലങ്ങളുണ്ടാകാം. എന്നാൽ അപ്രകാരമുള്ള സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ഒരിക്കലും മറികടക്കുവാൻ കഴിയാത്ത പ്രശ്നങ്ങളും യെരിഹോ കോട്ട പോലെയുള്ള മതിലുകളും നമ്മുടെ മുമ്പിൽ ഉയർന്നു നിന്നു എന്ന് വന്നേക്കാം. എന്നാൽ യെരിഹോവിൻ്റെ മുമ്പിൽ യോശുവയോടുകൂടെ ദൈവസാന്നിധ്യവും ദൈവകരവും ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ അത്ഭുതം പ്രവർത്തിപ്പാൻ തക്കവണ്ണം ദൈവം യോശുവയെ ഉപയോഗിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. അതെ, നമ്മുടെയും ജീവിതത്തിൻ്റെ ഏത് നിർണായക ഘട്ടങ്ങളിലും ഒറ്റപ്പെട്ട് തകർന്നവരെ പോലെ ക്ഷീണിച്ചവരായി നാം ആയിരിക്കുന്നെങ്കിൽ അതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ കരം നമ്മോട് കൂടെ ഇരിക്കേണ്ടതിനായി നാം പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. TN ഓഫർ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ, ഒരു ദൈവഭക്തൻ, വളരെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമായിരുന്നു. ഇന്ത്യയിൽ താൻ സുവിശേഷീകരണത്തിനായി വന്നു. വളരെ കഷ്ടങ്ങൾ താൻ അനുഭവിക്കേണ്ടി വന്നു. എന്നാൽ തൻ്റെ